ഗൈസ് ഇന്ന് നടന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ മത്സരം അതിൽ മോഹൻ ബഗാൻ 3-1 ജയിച്ചു. സാധാരണ പോലെ ഒരു റിവ്യൂ എന്നുള്ള നിലയിൽ ആ ഒരു മത്സരത്തെ പറ്റി കാര്യങ്ങൾ പറയാനല്ല, മറ്റു ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു KBFC ഫാൻ എന്ന നിലയിൽ മോഹൻ ബഗാൻ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറിയാമല്ലോ, അവർ ആ ഒരു റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അൺബീറ്റൺ ആണ്. ഒരു മാച്ചിൽ മാത്രമാണ് അവർക്ക് ഡ്രോ നേരിടേണ്ടി വന്നത്, ബാക്കിയെല്ലാം ജയിച്ച് ഇങ്ങനെ മുന്നേറുകയാണ്. അപ്പം പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ആദ്യം സ്കോർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് 1-0. പിന്നീട് കളി കൈവിട്ട് പോയി 3-1 എന്നുള്ള നിലയിലേക്ക് പോവുകയായിരുന്നു. പിന്നെ മാച്ചിനെ പറ്റി പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഫൈറ്റൊക്കെ നോർത്ത് ഈസ്റ്റ് കൊടുത്തിരുന്നു. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി കൈവിട്ട് പോയി. പിന്നെ റെഡ് കാർഡ് കിട്ടി, പിന്നെ മൊത്തത്തിൽ ശോകമായി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മാച്ചിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസസ് ആണ്, അതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. ഒന്നാമത്തെ പ്ലെയർ എന്ന് പറഞ്ഞാൽ പാൽഗുനി സിംഗ് എന്ന് പറയുന്നിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പ്ലെയറാണ്. ആ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള പ്ലെയറാണ്. ഞാൻ ആ ഗോൾ സ്കോർ ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മത്സരം വീക്ഷിച്ച് ആ ഒരു രീതിയിൽ പറയുകയാണ്. ഒരു ക്രിയേറ്റീവ് പ്ലെയർ, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഒരു മാച്ചിലൊക്കെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലാണ് കളിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ അങ്ങനെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് എണ്ണം വളരെ കുറവാണ്. സഹലും റാൻഡനും ഒക്കെയാണ് പറയാൻ പറ്റുന്നത്. യാസിർ അങ്ങനെ പറയുമെങ്കിൽ അദ്ദേഹം വിങ് റോളിലൊക്കെയാണ് പലപ്പോഴും കളിക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ അറ്റാക്കിംഗ് മിഡിൽ നാഷണൽ ടീമിലോട്ടൊക്കെ വരുമ്പോഴും നോട്ട് അപ് ടു മാർക്ക് എന്നുള്ള ലെവലിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പാൽഗുനി ആ ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട് എപ്പോഴും. ആ ഒരു ബോൾ എടുക്കാനും അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന ചില ത്രൂ ബോൾസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി വളരെ എവിഡൻ്റ് ആണ് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നു. പക്ഷേ അറിയില്ല, അദ്ദേഹം ഇതുവരെ സ്കോഡിൽ വന്നിട്ടില്ല. ഇപ്പോഴാണ് നോർത്ത് ഈസ്റ്റിലാണ് അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്. നേരത്തെ ഐഡിയയിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 28 വയസ്സായി, ഇനി കുറഞ്ഞ കാലയളവ് മാത്രമേ ഉള്ളൂ. സോ സൂൺ അദ്ദേഹത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അർഹിക്കുന്നൊരു പ്ലെയറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ മത്സരത്തിൽ വന്നിട്ടുള്ള ഗോളുകളിലെല്ലാം ഒരു ഇന്ത്യൻ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പം ആദ്യത്തെ പാൽഗുനിയുടെ ബ്രില്യൻ ഗോളായിരുന്നു. രണ്ടാമത്തത് ലിസ്റ്റൻ്റെ ഫ്രീ കിക്കിൽ ദീപക് ഗോൾ അടിച്ചു. പക്ഷേ അത് നിർഷാദിൻ്റെ ഒരു മിസ്റ്റേക്കാണ്, ക്ലിയർ. കാരണം ക്യാച്ച് ചെയ്യാവുന്ന ബോൾ അദ്ദേഹം പഞ്ച് ചെയ്ത് അകറ്റാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ്. സോ അതിനുശേഷം താപ്പയുടെ ആ ഒരു ക്വിക്കായിട്ടുള്ള ഒരു ഡിസിഷനാണ് ആ ഒരു ഗോളിലേക്ക് കമ്മിൻസിനെ എത്തിച്ചത്. അത് അർമാൻഡോ ഹെഡ് ചെയ്ത് കൊടുത്തു, പിന്നെ കമ്മിൻസ് ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. പക്ഷേ അവിടെ കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് താപ്പയ്ക്കാണ്. ഈ ഒരു മത്സരത്തിൽ കുറച്ച് നാളിന് ശേഷം ഒരു മികച്ച പ്രകടനം ഞാൻ കണ്ടത് ഈ ഒരു മത്സരത്തിലാണ്. താപ്പ ബ്രില്യൻ്റായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. പിന്നെ സുഭാഷിഷിൻ്റെ ഗോൾ ഐ തിങ്ക് ലിസ്റ്റനാണ് അസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ മൊത്തത്തിലൊരു ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്ത് പറയണം തോന്നിയ താരമാണ് ദീപക് താങ്ക്രി. ആ ഒരു പ്ലേയേഴ്സിൻ്റെയൊക്കെ അഭാവത്തിലാണ് അദ്ദേഹം ആദ്യ 11ലേക്ക് വന്നത്. പക്ഷേ ഒരു നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തുന്നത്. മൊത്തത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് വേറെ ഏത് ടീമിലായിരുന്നെങ്കിലും ഒരു പ്ലേയിങ് ടൈം കിട്ടേണ്ട ഒരു പ്ലെയറാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ മോഹൻ ബഗാനെ പറ്റി കൂടി ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അതായത് മോഹൻ ബഗാൻ അവരുടെ ഒരു പ്ലേയേഴ്സിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇപ്പം ബോമസിൻ്റെ പ്രൈം എങ്ങനെയായിരുന്നു അറിയാം, ദിമി പെട്രട്ടോസിൻ്റെ പ്രൈം എങ്ങനെയായിരുന്നു അറിയാം. ആ ഒരു ലെവലിലേക്ക് അവർ കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പം കമ്മിൻസ് അർമാൻഡോ സാദിക്കോ ആണെങ്കിലും ഡീസൻ്റായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു പ്രതീക്ഷ ഭയങ്കര ഹൈപ്പായിരുന്നല്ലോ. ആ ഒരു ടീം വളരെ പേടിപ്പെടുത്തുന്നു. പക്ഷേ അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അവരൊക്കെ ആ ഒരു എന്താ പറയുക, അങ്ങ് ഫയർ എന്നുള്ള ലെവലിൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെ കൂടി ആയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിക്കുകയാണ്. എന്താണെങ്കിലും നിലവിൽ ISL ഒരു മോഹൻ ബഗാൻ സുപ്രീമസി ഉണ്ട്. പക്ഷേ ആ ഒരു കംപ്ലീറ്റ്ലി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനി വരാൻ പോകുന്നത് അവർക്ക് മുംബൈ സിറ്റി FC ഗോവയായിട്ടുള്ളൊക്കെ മത്സരമാണ്, അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട്. സോ ഈ ഒരു മാച്ചസൊക്കെ അതിൻ്റെ റിസൾട്ട്സൊക്കെ കൂടി കൊണ്ട് നമുക്ക് വിലയിരുത്താം മോഹൻ ബഗാൻ സുപ്രീമസി എന്ന് നമുക്ക് 100% പറയാം എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് വീഡിയോ ചെയ്തത്. അപ്പം എന്താണ് നിങ്ങളിപ്പോൾ എന്ത് വെച്ചാലും കമ്പൽസറി മറ്റോ കാണിക്കും. ഞാനൊന്ന് സൈനിക